ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ PYQ സീരീസിലെ 32ാമത്തെ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. PSC നടത്തുന്ന ഇംഗ്ലീഷ് സെക്ഷനിൽ പരീക്ഷയിൽ മാർക്ക് കുറവുള്ളവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ മാർക്ക് കൂടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്രാമറൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒട്ടും വിഷമിക്കേണ്ട. PYQ സെക്ഷനിൽ ഇപ്പോൾ തന്നെ കുടിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒന്നാമത്തെ ചോദ്യം, നൺ ഓഫ് ദ പ്ലേയേഴ്സ് കെയിം ഇൻ ടൈം ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സെൻറ്റൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും ഒക്കെ എന്താണ്, കട്ടായി പോകും അല്ലേ. അത് ഇനി നോക്കിക്കേ, ഡിഡ് ദേയും ഉണ്ട്, ഡു ദേയും ഉണ്ട്. ഇവിടെ വരുന്ന ഏതാണ്? ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവാണ്. കെയിം എന്ന് പറഞ്ഞു, ഇവിടെ ഇത് നൺ ഓഫ് ദ പ്ലേയേഴ്സ് കെയിം ഇൻ ടൈം എന്നല്ലേ. അപ്പം കെയിം എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? അതായത് ഡിഡ് പ്ലസ് കം ആണ്. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് നണ്ണിന് പകരം ഉപയോഗിക്കാവുന്ന പ്രോനൗൺ ആണ് ദേ. അതായത് നമ്മുടെ ആൻസർ എന്താണ്? ഡിഡ് ദേ ആണ്. നൺ ഓഫ് ദ പ്ലേയേഴ്സ് കെയിം ഇൻ ടൈം, ഡിഡ് ദേ. രണ്ടാമത്തെ ചോദ്യം, ഐ ഡാഷ് ഷിംല ലാസ്റ്റ് വീക്ക്. എന്താ ഇവിടെ വരുന്നത്? വിസിറ്റഡ് ആണ് വരുന്നത്. ഐ വിസിറ്റഡ് ഷിംല ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ സിമ്പിൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. മൂന്നാമത്തെ ചോദ്യം, സ്പോട്ട് ദ എറർ ഇൻ ദ സെൻറ്റൻസ്. ഇവിടെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സിയിൽ വെയർ സെറ്റ് ഓൺ ഫയർ ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആയതിനാൽ വെയറിന് പകരം എന്ത് വരണം? വാസാണ് വരേണ്ടത്. ദ ഓഫീസ് വിത്ത് ഇറ്റ്സ് ഫർണിച്ചർ വാസ് എന്നാണ് ഇവിടെ, വേറല്ല വരേണ്ടത്, വാസാണ് വരേണ്ടത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ ചോദ്യത്തിലേക്കാണ്. ഹാർഡ്ലി ഹി ഫിനിഷ്ഡ് ദ എക്സാം ഡാഷ് ദ ബെൽ റാങ്. ഇവിടെ എന്താണ് വരുന്നത്? ഹാർഡ്ലിക്ക് ശേഷം എപ്പോഴും എന്താണ് വരേണ്ടത്? വെൻ ആണ് വരേണ്ടത്. ഹാർഡ്ലി വെൻ എന്ന പ്രയോഗമാണ്. ഹാർഡ്ലി ഹി ഫിനിഷ്ഡ് ദ എക്സാം വെൻ ദ ബെൽ റാങ്. അഞ്ചാമത്തെ ചോദ്യം, രാഹുൽ ഈസ് ഫൗണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്, ഫൈൻഡ് ഔട്ട് ദ ജെറൻഡ് ഇൻ ദ സെൻറ്റൻസ്. വെർബിനൊപ്പം ING ചേർത്ത് നൗണാക്കി വരുന്നതാണ് ജെറൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതാ ഇവിടെ വരുന്നത്? ING ചേർത്ത് വന്നേക്കുന്നത് ഈറ്റിംഗ് ആണ്. ഇനിയും സ്റ്റഡി ഓഫ് സ്കൾസ്, സ്കള്ളിനെ കുറിച്ചിട്ടുള്ള പഠനം പറയുന്ന പേരെന്താണ്? ഫ്രെനോളജിയാണ്, ഫ്രെനോളജി. നെക്സ്റ്റ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡാണ് പോസ്റ്റുമസ്ലി എന്നതിൻ്റെ കറക്റ്റ്ലി സ്പെല്ല് നോക്കിക്കേ. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. POS പോസ്റ്റു, THUMOUSLY, POS THUMOUSLY, പോസ്റ്റുമസ്ലി. ഇനി മീനിങ് ഓഫ് ഫെലോഡിസെ. ഫെലോഡിസെ എന്ന ഇതിൻ്റെ അർത്ഥം എന്താണ്? സൂയിസൈഡാണ്, സൂയിസൈഡാണ്. ക്ലിയർ ആയല്ലോ. ഒൻപതാമത്തെ ചോദ്യം, ദ ടൈലർ വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഇൻ ദ ഫീൽഡ്. അവിടെ എന്താണ് വരേണ്ടത്? 9ൻ്റെ ആൻസർ സ്റ്റേഷനറി, സ്റ്റേഷനറി കേട്ടോ. അതിലേത് വരും സെഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് സ്പെല്ലിങ് വരുന്നത്. 10ാമത്തെ ചോദ്യം, ട്രാൻസ്ലേറ്റ് ഇൻ ടു മലയാളം. ജീനിയസ് ഈസ് 99% പ്രിസ്പിറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? 10ൻ്റെ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. പ്രതിഭ എന്നത് 99% കഠിനാധ്വാനവും 1% പ്രചോദനമാവും ആണ് എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 11, രാഹുൽ ഈസ് സീനിയർ ഡാഷ് ഓൾ അതർ കൊളീഗ്സ് ഇൻ ഹിസ് ഓഫീസ്. ഏതാണ് വരുന്നത്? സീനിയറിന് ശേഷം 2 ആണ് വരേണ്ടത്, സീനിയർ 2. ക്ലിയർ ആയല്ലോ. 12, ഐ ഗോട്ട് ഡാഷ് ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു ലണ്ടൻ. അവിടെ ഏത് വരുന്നു? ആനാണ് വരുന്നത്. ഓപ്പർച്യൂണിറ്റിയുടെ ആദ്യ ശബ്ദം O എന്നല്ലേ വരുന്നത്. അപ്പോൾ വവ്വൽ സൗണ്ട് ആയതിനാൽ അവിടെ എന്ത് വരണം? ആനാണ് വരേണ്ടത്. ഓക്കെ. 13, ഷീ ഇൻവൈറ്റഡ് മീ ഡാഷ് ഹെർ സൺസ് ബർത്ത്ഡേ. അവിടെ ഏത് വരും? ഏതാ വരുന്നത്? 2 ആണ് അല്ലേ. ഷീ ഇൻവൈറ്റഡ് മീ ടു. ഇൻവൈറ്റ് സമ്മൺ ടു സംവെയർ, ഇൻവൈറ്റ് സമ്മൺ ടു സംവെയർ. 14, ദ ലേഡി സെഡ്
ഐ സോ ദ കൾപ്രിറ്റ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ദ ലേഡി സെഡ് ദാറ്റ് ഷീ ഹാഡ് സീൻ ദ കൾപ്രിറ്റ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയതിനാൽ തുടർന്ന് വരുന്ന ഭാഗം അതിനനുസരിച്ച് വേണം മാറ്റാൻ. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. സ്റ്റുഡൻസ് ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഏതാ വരുന്നത്? ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. ദ റൂൾസ് ഓഫ് ദ സ്കൂൾ ഷുഡ് ബി ഒബെയ്ഡ്. കിട്ടിയല്ലോ. 16ാമത്തെ ചോദ്യം. മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദി ബാസ്ക്കറ്റ് ഡാഷ് റിപ്പൺ. ഏതാണ് വരുന്നത്? 6 വരുന്നത്. ബനാനാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ പഴങ്ങളുണ്ട്, പ്ലൂറലല്ലേ, അപ്പം 6 വരേണ്ടത്. 17ാമത്തെ ചോദ്യം. ദ സിനോണിമം ഓഫ് പ്ലീത്തോറ. പ്ലീത്തോറ എന്നതിൻ്റെ സിനോണിം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. എന്താണ്? അബണ്ടൻസ്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളിത്തം. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ധാരാളിത്തം. ആൻറ്റോണിമം ഓഫ് സെനീത്ത് ഏതാണ് വരുന്നത്? ലോവസ്റ്റ് പോയിന്റ്, നാഡിയർ. ദ ഇഡിയം എ വൈറ്റ് എലിഫൻറ്റ് മീൻസ്. വൈറ്റ് എലിഫൻറ്റ് എന്നതിൻ്റെ ഇഡിയം എന്താണ്? അതായത് വരവ് കുറവും ചെലവ് കൂടുതലുമായതിനാൽ എന്നുള്ള ഒരു ഉപയോഗമാണ്. അപ്പോൾ ഏതാ വരുന്നത്? എ യൂസ്ലെസ് വൺ ആണ്. എ യൂസ്ലെസ് വൺ. ദ ഫ്രേസ് ടേക്കൺ ഇൻ മീൻസ്. ടേക്കൺ ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഡിസീവ്. ഡിസീവ്. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ 20 ചോദ്യങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ 32ാമത്തെ PYQ സീരീസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.